യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രധാനമായി ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നുമാണ്. അബ്രഹാമിൻ്റെ മെമ്രയിലെ ഭവനത്തിലെ ആ ഒരു സന്ദർശനം കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ദൂതന്മാർ സോതോമിലേക്ക് യാത്ര ചെയ്തു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അബ്രഹാം അവരെ യാത്ര അയക്കുവാൻ അവരോടുകൂടെ കുറേ ദൂരം പോയതായിട്ടും ആ പോകുന്ന യാത്രയിൽ വെച്ച് ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ചിന്തകളെ ദൈവം ഈ ഒരു അധ്യായത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. ആ ചിന്തകളിലൂടെ ദൈവം അബ്രഹാമിന് എത്രത്തോളം വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നു, അതായത് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അബ്രഹാമിന് മറച്ചു വെക്കുമോ എന്ന് പറഞ്ഞിട്ട് അബ്രഹാമിനെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ സോദോം ഗൊമോറയിൽ താൻ ചെയ്യാൻ പോകുന്നതായ ആ ന്യായവിധിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട സൂചനകൾ ദൈവം അവിടെ അബ്രഹാമിനോട് സംസാരിക്കുന്നു. എന്ന് മാത്രമല്ല 22-ാം വാക്യം നമ്മളിങ്ങനെ വായിച്ചു, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ നിന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു എന്തുകൊണ്ട് ദൈവം സോദോം ഗോമോറയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സോദോമിനെതിരെയുള്ള നിലവിളി അത് അവിടെ നിന്ന് ഉയർന്നു. അവിടെ നിന്ന് മാത്രമല്ല, അത് ദൈവത്തിൽ നിന്നും ദൂതന്മാരിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ആ പട്ടണങ്ങളിലെ ഏരിയകളിൽ നിന്നും ഉയർന്നു. അതുകൊണ്ട് ദൈവം സോദോം ഗോമോറയെ നശിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വസ്തുത നമുക്കിടെ ഗ്രഹിക്കാൻ കഴിഞ്ഞു. ആ ഒരു കാര്യം അബ്രഹാമിനെ ഗ്രഹിപ്പിച്ച ശേഷം 22-ാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്, ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. ആ പുരുഷന്മാർ എന്ന് പറയുന്നത് അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം, ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിൻ്റെ അടുക്കൽ നിന്നും പുറപ്പെട്ടതായ ആ ദൂതന്മാരുടെ സംഖ്യ എന്ന് പറയുന്നത് 2 പേരാണ്. പക്ഷേ 18-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 3 പുരുഷന്മാരാണ്. അങ്ങനെയാണെങ്കിൽ ആ 3 പുരുഷന്മാരിൽ ഒരുവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് എന്നുള്ളതായ പ്രധാനപ്പെട്ട സൂചന നമുക്ക് ലഭിക്കുന്നു. ആ പുരുഷന്മാർ സോദോമിലേക്ക് പോയതിനു ശേഷം അബ്രഹാമിൻ്റെ സ്ഥാനം എവിടെയായിരുന്നു? അബ്രഹാമിൻ്റെ സ്ഥാനം അവൻ ദൈവസന്നിധിയിൽ നിന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവമായ നമ്മുടെ കർത്താവ്, അതേ കർത്താവ് യേശുക്രിസ്തു, ആ 3 പേരിൽ ഒരുവനായി നിൽക്കുന്നതായ ആ മനുഷ്യനെ അവിടെ അബ്രഹാം ഫേസ് ചെയ്യുകയാണ്, കാണുകയാണ്. ആ പുരുഷനെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതായത് ദൈവം എങ്ങനെയാണോ അങ്ങനെ ഒരു നാളും ഒരാൾ പോലും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അബ്രഹാമിന് ലഭിച്ച പ്രത്യക്ഷത അത് മനുഷ്യരൂപത്തിലായിരുന്നു. ആ മനുഷ്യരൂപം അതെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ ജനിച്ചതായ കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അബ്രഹാം ദൈവസന്നിധിയിൽ നിന്നു, ദൈവ സാന്നിധ്യം അവൻ അനുഭവിക്കുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് അബ്രഹാം കടന്നു വരുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും നമുക്ക് ആ സ്ഥലങ്ങൾ ദൈവസന്നിധിയാക്കുവാൻ സാധിക്കും. അതിന് നമുക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വായിക്കുന്നു, അബ്രഹാം അതേ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. 23-ാം വാക്യമാണ് എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്നത്. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? ഈ 23-ാം വാക്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. അതിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, അടുത്ത് ചെന്ന്. ഈ ഒരു വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, അടുത്ത് ചെന്ന് പറഞ്ഞത്. ഈ വേദഭാഗം ഞാൻ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നതായ മറ്റൊരു വേദഭാഗം യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. എന്താണ് ഇതിൻ്റെ അർത്ഥം? സാധാരണയായിട്ട് ഈ ഒരു വാക്യം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ എങ്ങനെയാണ് ദൈവത്തോട് അടുത്തു വരുന്നത്? പല ആളുകളും ചിന്തിക്കും, ഏതെങ്കിലും ഒരു ക്രൂശിത രൂപമോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിന് മുമ്പിലേക്കോ ചെല്ലുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. പക്ഷേ അബ്രഹാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും അവിടെ ചിന്തിക്കുന്ന പോലെ അവിടെ ഒരു പുരുഷനുണ്ടായിരുന്നു. ആ പുരുഷൻ്റെ അടുക്കിലേക്ക് അതേ അബ്രഹാം ചെന്നു എന്നുള്ളതാണ്. എന്നാൽ യാക്കോബ് നമ്മളോട് സംസാരിക്കുമ്പോൾ താനും പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട്
അടുത്തു വരും. ഒരിക്കലും ഈ അപ്പോസ്തലന്മാർ ഒരു രൂപത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അപ്പോസ്തലന്മാർ എപ്പോഴും പറഞ്ഞത് യാതൊരു രൂപത്തെയും വണങ്ങരുത്, ഒന്നിനെ നമസ്കരിക്കരുത്. നമ്മൾ ദൈവത്തെ ആത്മാവിലാണ് ആരാധിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന ആത്മാവിലായിരിക്കണം. അതുതന്നെ കർത്താവ് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, സത്യനമസ്കാരികൾ അതേ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ആത്മാവിലായിരിക്കണം, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതാണ് സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥന ആത്മാവിലായിരിക്കണം. ഏതെങ്കിലും ഒരു രൂപത്തോടോ ഏതെങ്കിലും ഒരു വിഗ്രഹത്തോടോ അല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അതെ, ഒരുപക്ഷെ നിങ്ങൾ പറയുന്നുണ്ടാകാം, ആ രൂപത്തിലൂടെ ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു എന്നുള്ളത്. പക്ഷേ ദൈവം അതിനെ ഏറ്റവും അധികം വെറുക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ അങ്ങനെ ഒരു രൂപത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് മറുപടി ലഭിച്ചു. എൻ്റെ മക്കളുടെ വിഷയത്തിൽ, എൻ്റെ വീടിൻ്റെ കാര്യത്തിൽ, എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് മറുപടി ലഭിച്ചു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾക്ക് തങ്ങളുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്നത് പിശാചാണ്. ദൈവവചന പ്രകാരമല്ലാത്ത ഏത് പ്രാർത്ഥനയും അതിന് മറുപടി ലഭിച്ചു എന്ന് വരികിലും അത് പിശാചിന്റെ പ്രവൃത്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ വചനപ്രകാരം പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ എന്നെ ആരാധിക്കുന്നത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്നുള്ളതാണ്. അതേ, സത്യ നമസ്കാരികളാണ് അതേ ദൈവത്തെ അപ്രകാരം ആരാധിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇവിടെ അബ്രഹാം ദൈവത്തിനടുക്കിലേക്ക് അടുത്തു ചെന്നു എന്ന് പറയുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നു, ദൈവത്തോട് അടുത്തില്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് ഹൃദയത്തിന്റെ ഒരു ആംഗ്യമാണ്. ഇത് ഹൃദയത്തിന്റെ ഒരു പോസ്ചറാണ്. ഏത്? ഈ ദൈവത്തോട് അടുത്ത് വരിക എന്നുള്ളതായൊരു കാര്യം. ഇത് ഒരു ആചാരപരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാരീരികമായ പ്രവൃത്തിയോ അല്ല. ഇവിടെ ഈ ദൈവത്തോട് അടുത്ത് വരിക എന്നുള്ള ആ വാക്യം നമ്മളെ സൂചിപ്പിക്കുന്നത് അത് ഹൃദയത്തിന്റെ ഒരു ഭാവമാണ്. ആ ഭാവത്തിൽ നമ്മൾ ദൈവത്തോട് ഹൃദയംഗമായി അവൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലണം. അതിനെ വിശദീകരിക്കുന്ന ധാരാളം വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എബ്രായർ 10:22 നമ്മളിങ്ങനെ വായിക്കുന്നു, നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. ഈ രണ്ട് വാക്യങ്ങളും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ദൈവത്തിനടുക്കിലേക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ, അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞു. ആ സ്വാതന്ത്ര്യം എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ഇവിടെ എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തു എന്ന ആ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് തൻ്റെ സ്വന്തം രക്തത്താൽ, അതേ നമ്മുടെ രക്തത്തിന്റെ സ്ഥാനത്ത് തൻ്റെ സ്വന്തം രക്തത്താൽ അവൻ പിതാവായി ദൈവം ആവശ്യപ്പെട്ടതുപോലെയുള്ള പ്രായശ്ചിത്തം നമുക്ക് വേണ്ടി ചെയ്യുക നിമിത്തം നമ്മൾ ഭയപ്പെടേണ്ട. അതുകൊണ്ട് നമ്മൾ കരുണ ലഭിപ്പാന്, അതായത് നമുക്ക് ദൈവത്തിൽ നിന്ന് വേണ്ടത് കരുണയാണ് ആവശ്യം. കാരണം നമ്മുടെ സ്ഥിതി എന്താ? നമ്മുടെ സ്ഥിതി നമ്മൾ പാപികളാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് അതിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാണ് നമുക്ക് കരുണ ആവശ്യം? കാരണം നമ്മുടെ സ്ഥിതിക്ക് മാറ്റമില്ല. ദൈവത്തിന് മുമ്പാകെ ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മൾ പാപികൾ തന്നെയാണ്. പക്ഷേ കർത്താവ് യേശുക്രിസ്തു നിർവഹിച്ചതായ ആ പാപപ്രായശ്ചിത്തം നമ്മളുടെ സ്ഥാനത്ത് പിതാവായ ദൈവം കണ്ടിട്ട് പുത്രനായ യേശുവിലൂടെ നമ്മളോട് അവന് കരുണ തോന്നുകയാണ്. ആ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതായ സമയത്ത് ആ ദൈവത്തിൻ്റെ സഹായം ലഭ്യമാകണമെങ്കിൽ നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുക്കിലേക്ക് ചെല്ലണം. അതായത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. ഈ ധൈര്യം നമ്മൾ എങ്ങനെയാണ് പ്രാപിക്കുന്നത്? അത് വിശ്വാസത്താലാണ് നമ്മൾ ഈ ധൈര്യം പ്രാപിക്കുന്നത്. നമ്മൾ വായിച്ചതായ എബ്രായ ലേഖനം 10:22 ഇപ്രകാരം വായിക്കുന്നല്ലോ, നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും. അതായത് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം മൂലം നമുക്ക് നൽകുന്നതായ വിശുദ്ധീകരണം, ആ വിശുദ്ധീകരണത്തിനാലും അതേപോലെ തന്നെ ദൈവവചനം കേൾക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണത്താലും കഴുകപ്പെട്ടവരായി നമ്മളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള ആ ഒരു പോസ്ചർ, ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് എന്ന് നമുക്ക് പറയാം. അബ്രഹാം അത് തന്നെയാണ് അവിടെ ചെയ്യുന്നതും. താൻ ധൈര്യത്തോടെ
ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അതെ, നമ്മൾ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിച്ചല്ലോ, ദൈവത്തോടടുത്ത് ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. അപ്പോൾ ദൈവം നമ്മുടെ അടുക്കിലേക്ക് അടുത്ത് വരുവാൻ നമ്മളാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ അതേ ദൈവത്തിനടുക്കിലേക്ക് ചെല്ലാനുള്ള ആ ഒരു ആംഗ്യം നമ്മൾ കാണിക്കണം. ആ ഒരു പോസ്ചർ നമ്മളിൽ നിന്നുണ്ടാകണം. അപ്പോൾ എന്ത് ചെയ്യും? ദൈവം നമ്മുടെ അടുക്കിലേക്ക് അവൻ എഴുന്നേറ്റ് വരും. ദൈവം നമ്മുടെ അടുക്കിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുന്നത്. നമ്മുടെ പലരുടെയും പ്രാർത്ഥന വളരെ യാന്ത്രികമായി പോകാറില്ലേ? ഒരുപക്ഷെ പഠിച്ചു വെച്ചതായ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ നാളുകളായി നമ്മൾ പറഞ്ഞ് ശീലിച്ചതായ ചില വരികളും വളരെ യാന്ത്രികമായി നമ്മൾ ചൊല്ലുന്നെങ്കിൽ അത് ശരിയായിട്ടുള്ള പ്രാർത്ഥനയാവുകയില്ല. ശരിയായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുന്നതാണ്. നോക്കൂ, ഈ ഹൃദയത്തിൻ്റെ ഭാവമായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തന്നെ ദൈവം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. ഇവിടെയാണ് ദൈവത്തോടുള്ള നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവത്തിന് അടുക്കിലേക്ക് അടുത്ത് ചെല്ലാനുള്ള ആ ഹൃദയത്തിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഒരിക്കലും നമ്മുടെ ഫിസിക്കൽ പോസ്ചർ അല്ല അവിടെ പ്രധാനം. നമ്മുടെ ശാരീരിക ഭാവങ്ങളല്ല, ഏതെങ്കിലും ആചാരങ്ങൾ ചെയ്യുന്നതല്ല അവിടെ പ്രധാനമായിട്ടുള്ളത്. മറിച്ച് ഹൃദയത്തിൻ്റെ പോസ്ചറിലൂടെ, ഹൃദയത്തിൻ്റെ ആ ആംഗ്യത്തിലൂടെ നമ്മൾ ദൈവത്തിനടുക്കിലേക്ക് ചെല്ലണം. ഈ ഒരു ആംഗ്യം ആർക്കും കാണാൻ കഴിയത്തില്ല, പക്ഷേ അതെനിക്ക് അനുഭവിക്കാൻ കഴിയും, നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളെ കൽപ്പിക്കാം. അതെ, അബ്രഹാമിനെ പോലെ ദൈവത്തിനടുക്കിലേക്ക് അടുത്തിയെല്ലാം യാക്കോബ് പറയുന്ന പോലെ അവൻ നമ്മുടെ അടുക്കിലേക്കും അടുത്തു വരും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ആംഗ്യത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുവാനും ദൈവത്തിൻ്റെ വിശുദ്ധി മനസ്സിലാക്കി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്ന് ദൈവത്തോട് സംസാരിപ്പാനും ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാനും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങളായിത്തീരുവാനും ഞങ്ങളേവരെ സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.